ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ജനവിധി തേടുന്നത് 883 സ്ഥാനാർത്ഥികൾ. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബൂത്തുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് US-ഉം ഇറാനും ധാരണ. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് തുറന്നുകൊടുക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാർ സംസ്ഥാനത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റു വിനോദ പരിപാടികൾക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ വഴിയും റേഡിയോയിലൂടെയുമുള്ള പ്രചാരണങ്ങൾക്കും നിരോധനം ബാധകമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകളെയും ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ നടക്കുന്ന നിയമസഭാ വോട്ടെടുപ്പ് പൂർണ്ണമായും ഹരിതചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഹരിത ചട്ടങ്ങൾ പാലിക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പോളിംഗ് ബൂത്തുകൾ, പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഒറ്റത്തവണ പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം പ്ലാസ്റ്റിക് തെർമോകോൾ പാത്രങ്ങളും നിരോധിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും നൽകാൻ വിവിധ ജില്ലകളിൽ കുടുംബശ്രീയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ 3 ആഴ്ചയായി ഗ്രീൻ ബട്ടൺ ക്യാമ്പയിനും നടക്കുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പാക്കാൻ നടത്തിയ പ്രത്യേക പരിശോധനകളെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെ 8 ലക്ഷം രൂപയിലേറെ പിഴയും ചുമത്തിയിട്ടുണ്ട്. കേരളം, അസം, പുതുച്ചേരി നിയമസഭകളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 23 രാജ്യങ്ങളിലെ 43 പ്രതിനിധികളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് വീക്ഷിക്കാനെത്തുന്നത്. വോട്ടെടുപ്പിന് പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിട ക്രമീകരണം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് വിശദീകരണം. വയനാട് ജില്ലയിൽ 6,42,643 പേർ നാളെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലയിൽ തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. നിലവിൽ ജില്ലയിൽ 715 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകളും പുതുതലമുറയ്ക്കായി ജൻസി ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 166 പ്രത്യേക സുരക്ഷാ ബൂത്തുകളാണ് ഉള്ളത്. മാനന്തവാടിയിൽ 87, കൽപ്പറ്റയിൽ 42, സുൽത്താൻ ബത്തേരിയിൽ 37 ബൂത്തുകളുമാണ് ഉള്ളത്. ഇവിടങ്ങളിൽ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിനായി ജില്ലയിൽ 3000-ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതും സുരക്ഷാ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് നടപടി. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുർഘടമായ വനപാതകളും വന്യമൃഗശല്യവും വെല്ലുവിളി ഉയർത്തുന്ന ഇവിടെ പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥ സംഘം യാത്ര തിരിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിലെ മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇടമലക്കുടിയിലേക്കുള്ള സംഘമാണ് ഇന്ന് രാവിലെ ആദ്യം പുറപ്പെട്ടത്. സൊസൈറ്റി കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂൾ ഉൾപ്പെടെ 3 പോളിംഗ് സ്റ്റേഷനുകൾ ഇടമലക്കുടി പഞ്ചായത്തിലുണ്ട്. 14 വാർഡുകളിലായി 919 പുരുഷന്മാരും 893 സ്ത്രീകളുമടക്കം ആകെ 1812 വോട്ടർമാരാണുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ പ്രത്യേക സുരക്ഷാ വലയത്തിലായിരിക്കും ഇത്തവണത്തെ വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക.
കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ മാസം 23-നാണ് തെരഞ്ഞെടുപ്പ്. 23-നും 29-നും 2 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. കരാർ പ്രകാരം ഇരുവശത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തലാക്കുകയും ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് തുറന്നുകൊടുക്കുകയും വേണം. ഇറാനെതിരായ ആക്രമണം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിത ഇടങ്ങളിൽ തന്നെ തുടരാനും ഇന്ത്യൻ എംബസിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. വെടിനിർത്തൽ ധാരണയായതോടെ ആഗോള എണ്ണവില കുത്തനെ ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് 14% ഇടിഞ്ഞ് $93 ഓഹരി വിപണികളും കുതിച്ചുയർന്നു. സെൻസെക്സ് 2921 പോയിന്റ് നേട്ടത്തിൽ 77,532-ലും നിഫ്റ്റി 865 പോയിന്റ് ഉയർന്ന് 23,991-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 2,920 രൂപ വർദ്ധിച്ച് 1,12,800 രൂപയും ഗ്രാമിന് 14,100 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. 5.25% റിപ്പോ നിരക്ക്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പണനയം പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 27 റൺസിന് വിജയിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCക്ക് പരാജയം. ഇന്നലെ ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ഇന്റർ കാശി ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തിയത്. നാളെ ജംഷഡ്പൂർ മുംബൈ സിറ്റിയെ നേരിടും. സ്പെയിനിലെ ഗ്രാനഡയിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ജൂനിയർ വിഭാഗം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ പാലക് ഗുലിയയും മുകേഷ് നെലാവല്ലിയും റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടി. ഈ വർഷം ആദ്യം ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഉസ്ബെക്കിസ്ഥാൻ താരങ്ങൾ സൃഷ്ടിച്ച റെക്കോർഡാണ് ഇരുവരും മറികടന്നത്. ISSF ലോകകപ്പിലെ നെലാവല്ലിയുടെ ആദ്യ മെഡലാണിത്. മത്സരത്തിൽ ചൈനീസ് സംഘം വെള്ളിയും ഹംഗറി വെങ്കലവും സ്വന്തമാക്കി. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 10-ന് തുറക്കും. 15-ന് പുലർച്ചെ 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനമുണ്ടാകും. തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താവുന്നതാണ്. കണ്ണൂർ മട്ടന്നൂരിൽ പ്രസാദ സദ്യ കഴിച്ച 60-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധ. കാര പുതിയടത്ത് മടപ്പുര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത പ്രസാദ സദ്യ കഴിച്ചവർക്കാണ് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇവരെ മട്ടന്നൂരിലെയും കണ്ണൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഇടവിട്ട് വേനൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തിനെതിരെ കർശന ജാഗ്രതയുമായി ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. പ്രതിരോധത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ ആചരിക്കാനും തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ജനവിധി തേടുന്നത് 883 സ്ഥാനാർത്ഥികൾ. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തിന് പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബൂത്തുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തെ വെടിനിർത്തലിന് US-ഉം ഇറാനും ധാരണ. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് തുറന്നുകൊടുക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.